ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് വൈദ്യുതി പോയാലും നിങ്ങൾക്കത് വലിയൊരു പ്രശ്നമായി തോന്നില്ല. നിങ്ങൾ ഉടൻ ഫോൺ എടുക്കുകയോ സ്വിച്ച് ഓൺ ആക്കുകയോ ചെയ്യും. അര സെക്കൻഡിനുള്ളിൽ ഇരുട്ട് അപ്രത്യക്ഷമാകും. പക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഭൂരിഭാഗം കാലത്തും അങ്ങനെ ഒരു സൗകര്യമുണ്ടായിരുന്നില്ല. സൂര്യൻ അസ്തമിച്ചാൽ ലോകം പൂർണ്ണമായും ഇരുട്ടിലാകും. ആ ഇരുട്ടിനുള്ളിൽ തന്നെ നിങ്ങളുടെ പൂർവികർ മറ്റൊരു ജീവിതം പടുത്തുയർത്തേണ്ടി വന്നു. ആ മാറ്റത്തിന്റെ തുടക്കം തീയുടെ നിയന്ത്രണമായിരുന്നു. മനുഷ്യർ തീ നിയന്ത്രിച്ചിരുന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവുകൾ ഏകദേശം 10 ലക്ഷം വർഷം പഴക്കമുള്ളതും ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഗുഹയിൽ കണ്ടെത്തിയതുമാണ്. അതിനു മുമ്പ് നമ്മുടെ പൂർവികർ മറ്റു പ്രൈമേറ്റുകളെപ്പോലെ തന്നെ പെരുമാറിയിരുന്നു. സന്ധ്യയായാൽ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി നിശ്ചലമായി ഇരിക്കുക, രാത്രി കഴിയുന്നതുവരെ കാത്തിരിക്കുക. കാരണം ഇരുട്ടിൽ സഞ്ചരിക്കുന്നത് പലപ്പോഴും വേട്ടക്കാരുടെ ഇരയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമായിരുന്നു. മനുഷ്യരുടെ രാത്രികാഴ്ച വളരെ ദുർബലമാണ്. എന്നാൽ നമ്മെ വേട്ടയാടിയിരുന്ന മൃഗങ്ങളുടെ രാത്രികാഴ്ച അങ്ങനെയായിരുന്നില്ല. നിയന്ത്രിതമായ ഒരു തീ ആ കണക്ക് തന്നെ മാറ്റിമറിച്ചു. തീയുടെ പ്രകാശവലയത്തിനുള്ളിൽ വേട്ടക്കാരായ മൃഗങ്ങൾ അകലം പാലിച്ചു. എന്നാൽ ആ പ്രകാശവലയത്തിനു പുറത്തേക്ക് ഒരു ചൂടുവെച്ചാൽ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. തീ വെറും ചൂട് നൽകിയില്ല. അതുവരെ ഉറക്കത്തിനും ഭയത്തിനും മാത്രം സ്വന്തമായിരുന്ന ദിവസത്തിലെ കുറച്ചധിക മണിക്കൂറുകൾ മനുഷ്യർക്ക് തിരികെ നൽകി. ഇന്നും വേട്ടയാടി ജീവിക്കേണ്ടുന്ന ചില സമൂഹങ്ങളെ പഠിച്ച ഗവേഷകർ അതിശയകരമായ ഒരു കാര്യം കണ്ടെത്തി. ആ അധിക സമയം ആളുകൾ എന്താണ് ചെയ്തിരുന്നത്? മാനവശാസ്ത്രജ്ഞയായ പോളി വൈസ്നർ കാലഹാരി മരുഭൂമിയിലെ ജൂ ഹോൺസി ജനവിഭാഗത്തോടൊപ്പം വർഷങ്ങളോളം ചെലവഴിച്ച് അവരുടെ സംഭാഷണങ്ങൾ രേഖപ്പെടുത്തി. പകൽ സമയത്തെ സംഭാഷണങ്ങൾ മിക്കവാറും പ്രായോഗിക കാര്യങ്ങളായിരുന്നു. വേട്ട എവിടെ, ആരാണ് പോകുന്നത്, ദിവസേനയുള്ള പ്രശ്നങ്ങൾ, പരാതികൾ. എന്നാൽ രാത്രി തീക്ക് ചുറ്റുമിരുന്നപ്പോൾ സംഭാഷണങ്ങളുടെ സ്വഭാവം പൂർണ്ണമായും മാറി. ഭൂരിഭാഗവും കഥകളായി, പുരാണങ്ങൾ, ദൂരയാത്രകളുടെ അനുഭവങ്ങൾ, തമാശകൾ, ലോകത്തെക്കുറിച്ചുള്ള കഥകൾ. വൈസ്നറിന്റെ അഭിപ്രായത്തിൽ മനുഷ്യ സംസ്കാരത്തിന്റെ വലിയൊരു പങ്ക് രൂപപ്പെട്ടത് ഈ തീച്ചുറ്റുമുള്ള രാത്രി സംഭാഷണങ്ങളിലൂടെയാണ്. അതായിരുന്നു മനുഷ്യരാശിയുടെ ആദ്യ വേദിയും ആദ്യ ക്ലാസ് റൂമും. പക്ഷേ രാത്രിയിൽ നടന്ന അത്ഭുതം കഥപറച്ചിലിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. മറ്റൊരു വിചിത്രമായ കണ്ടെത്തലുമുണ്ടായിരുന്നു. അത് നമ്മുടെ പൂർവികർ എങ്ങനെ ഉറങ്ങിയിരുന്നു എന്നതിനെക്കുറിച്ചാണ്. 2000ങ്ങളുടെ തുടക്കത്തിൽ ചരിത്രകാരനായ റോജർ എക്കിർച്ച് പതിറ്റാണ്ടിലേറെ സമയം പഴയ ഡയറികൾ, കോടതി രേഖകൾ, വൈദ്യഗ്രന്ഥങ്ങൾ എന്നിവ പരിശോധിച്ചു. അതിൽ അദ്ദേഹം ഇന്ന് മിക്ക ആളുകളും കേട്ടിട്ടില്ലാത്ത ഒരു രീതിയെക്കുറിച്ചുള്ള നൂറുകണക്കിന് പരാമർശങ്ങൾ കണ്ടെത്തി. ആദ്യ ഉറക്കം, രണ്ടാം ഉറക്കം. കൃത്രിമ വെളിച്ചം വ്യാപകമാകുന്നതിന് മുമ്പ് ആളുകൾ തുടർച്ചയായി ഒരു രാത്രിയൊട്ടാകെ ഉറങ്ങാറില്ലായിരുന്നു. സൂര്യാസ്തമയത്തിനു പിന്നാലെ അവർ ഉറങ്ങാൻ പോകും. ഏതാനും മണിക്കൂർ ഉറങ്ങിയ ശേഷം സ്വാഭാവികമായി ഉണരും. തുടർന്ന് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഉണർന്നിരിക്കും. പിന്നെ വീണ്ടും ഉറങ്ങി പുലർച്ചെ എഴുന്നേൽക്കും. ഇത് ഉറക്കമില്ലായ്മയല്ലായിരുന്നു. മനുഷ്യർ അവരുടെ ചരിത്രത്തിലെ ഭൂരിഭാഗം കാലത്തും ഇങ്ങനെയായിരുന്നു ഉറങ്ങിയത്. ആ രാത്രിയിലെ ഉണർന്നിരുന്ന സമയം പാഴായിരുന്നില്ല. പഴയ രേഖകൾ പ്രകാരം ആളുകൾ ആ സമയത്ത് പ്രാർത്ഥിക്കുകയോ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ജീവിത പങ്കാളിയുമായി നിശബ്ദമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഇരുട്ടിൽ കിടന്ന് ചിന്തിക്കുകയോ ചെയ്തിരുന്നു. ഒരു കാലത്ത് ഇത് ചരിത്രത്തിലെ ഒരു കൗതുകകരമായ കുറിപ്പായി മാത്രം തോന്നി. എന്നാൽ 1990കളുടെ തുടക്കത്തിൽ മനോരോഗ വിദഗ്ധനായ തോമസ് വേർ നടത്തിയ ഒരു പരീക്ഷണം ഇതിന് ശക്തമായ ജൈവശാസ്ത്രപരമായ തെളിവ് നൽകി. അദ്ദേഹം ചില സന്നദ്ധ പ്രവർത്തകരെ പൂർണ്ണമായും കൃത്രിമ വെളിച്ചമില്ലാത്ത സാഹചര്യത്തിൽ പാർപ്പിച്ചു. ഓരോ രാത്രിയും ഏകദേശം 14 മണിക്കൂർ ഇരുട്ട്, പുരാതന മനുഷ്യർ അനുഭവിച്ചിരുന്നതിന് സമാനമായ അന്തരീക്ഷം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആരും നിർദ്ദേശിക്കാതെയേ എല്ലാ പങ്കെടുത്തവരും ചരിത്രരേഖകളിൽ വിവരിച്ചിരുന്ന അതേ 2 ഘട്ടങ്ങളിലുള്ള ഉറക്കരീതിയിലേക്ക് സ്വാഭാവികമായി മാറി. അവരുടെ ശരീരം ആ രീതിയെ സ്വയം കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഉറക്കരീതിയെ ആധുനിക ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കിയത്? പ്രധാന കാരണം വെളിച്ചമാണ്. 1600കളിൽ നഗരങ്ങളിൽ തെരുവുവിളക്കുകൾ വ്യാപകമായി. 1800കളിൽ ഗ്യാസ് വിളക്കുകൾ വന്നു. പിന്നീട് 1879ൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വൈദ്യുത ബൾബ് എത്തിയതോടെ 1-2 തലമുറകൾക്കുള്ളിൽ മനുഷ്യനും ഇരുട്ടും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ 3 ലക്ഷം വർഷങ്ങളിലേതിലും കൂടുതൽ മാറിപ്പോയി. ഇന്ന് ശരാശരിയൊരു വ്യക്തി സൂര്യാസ്തമയത്തിനു ശേഷവും മണിക്കൂറുകളോളം കൃത്രിമ വെളിച്ചത്തിൽ കഴിയുന്നു.
അതിൽ വലിയൊരു പങ്ക് മൊബൈൽ ഫോണുകളുടെയും മറ്റു സ്ക്രീനുകളുടെയും വെളിച്ചമാണ്. ഈ വെളിച്ചം മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഉറങ്ങേണ്ട സമയമായെന്ന് ശരീരത്തോട് അറിയിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. നിങ്ങളുടെ മസ്തിഷ്കം ഒരു വൈദ്യുത ബൾബിന്റെ വെളിച്ചത്തെയും സൂര്യപ്രകാശത്തെയും പൂർണ്ണമായി വേർതിരിച്ചറിയുന്നില്ല. ആധുനിക മനുഷ്യരെ ഒരാഴ്ച കൃത്രിമ വെളിച്ചമില്ലാതെ ക്യാമ്പിൽ താമസിപ്പിച്ച പഠനങ്ങൾ കാണിക്കുന്നത് വെറും 7 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ മെലറ്റോണിന്റെ സമയക്രമം ഏകദേശം 2 മണിക്കൂർ പിന്നിലേക്ക് മാറി കൂടുതൽ സ്വാഭാവികമായ പുരാതന താളത്തിലേക്ക് തിരികെ പോകുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരു വിചിത്രമായ സാധ്യത ഉയരുന്നു. അർദ്ധരാത്രിയിൽ സ്വാഭാവികമായി ഉണർന്ന് കുറച്ചുനേരം ഇരുട്ടിൽ കിടക്കുന്നത് എല്ലായ്പ്പോഴും ഒരു തകരാറോ രോഗലക്ഷണമോ ആയിരിക്കണമെന്നില്ല. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഭൂരിഭാഗം കാലത്തും അതൊരു സാധാരണ രാത്രിയുടെ ഭാഗം മാത്രമായിരുന്നു. ആ മണിക്കൂറുകളിൽ നിങ്ങളുടെ പൂർവികർ തീയ്ക്ക് ചുറ്റുമിരുന്ന് കഥകൾ പങ്കുവച്ചു. ആ കഥകളാണ് പിന്നീട് മുഴുവൻ സംസ്കാരങ്ങളെയും രൂപപ്പെടുത്തിയിരുന്നത്. 2 ഘട്ടങ്ങളിലായുള്ള ഉറക്കത്തിനിടയിലെ ആ നിശ്ശബ്ദ സമയത്ത് ഇന്ന് നമ്മൾ ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയ ഒരു അമൂല്യമായ സമ്മാനം അവർക്കുണ്ടായിരുന്നു. ഓരോ രാത്രിയും വെറും ചിന്തിക്കാൻ മാത്രം പ്രകൃതി തന്നിരുന്ന ഒരു സമയം.